നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരുന്നു കുഞ്ഞെ. അവളെ ഞാൻ ഇറങ്ങിയത് കണ്ടിട്ട് ഓടി വന്നതാണ്. പിന്നെ അവൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യ, ക്ഷീണം കാരണം. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്ത് കൊഞ്ചിച്ചൊക്കെ ഒന്ന് നിർത്തിയതാണ് കേട്ടോ. താഴോട്ട് വെച്ചിട്ട് പിന്നെ അവൾക്ക് നടക്കാനൊന്നും മേലാത്താണ് ഞാൻ പിന്നെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് എടുത്തൊന്ന് കൊഞ്ചിച്ചതിന് ശേഷം പിന്നെ താഴേക്ക് വെക്കാമെന്ന് വെച്ചേട്ടാ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴാണ് കണ്ടത് മാണ്ടിവില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വെച്ചിട്ട് അതിനകത്ത് പൂക്കളൊന്നും വരുന്നില്ല, അങ്ങനെ വളർന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഉള്ള ചെടിച്ചട്ടിയിലേക്കൊക്കെ അതങ്ങ് പടർന്ന് കയറുകയാണ്. ഒരു മുട്ട പോലും ഇല്ല. ഞാൻ അതിനകത്ത് വളമൊക്കെ ഇട്ട് മടുത്ത് അങ്ങനെ ഇപ്പോൾ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പം മുറ്റത്തിപ്പം കുറേ ചെടികളിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറേ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നായിരുന്നേ. അപ്പോൾ അവരുടെ കാറ് കയറ്റാനായിട്ട് പറ്റാത്ത കാരണം അവിടെ ഫ്രണ്ടിലിരുന്ന കുറേ ചെടിയെല്ലാം കൂടെ എടുത്ത് നടുക്കോട്ട് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് എൻ്റെ ഈ അഗ്ലോണിമയുടെ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങിയാണ്. ഈ ഭയങ്കര വെയിലല്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് അതിനെ കൊണ്ട് വെയിലത്തോട്ട് അന്ന് അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങി. പിന്നെ മണ്ടയ്ക്കോട്ട് വളർന്നു നിന്ന ഭാഗം അങ്ങ് വളഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതിനെ അവിടെ വെച്ചൊന്ന് വെട്ടിയെടുത്ത്, കാരണം അത് അവിടെ വെച്ചല്ലെങ്കിൽ കാറ്റത്തിന് അങ്ങ് ഒടിഞ്ഞു പോവേ. ഇപ്പം നല്ല കാറ്റല്ലേ വൈകിട്ട്, അത് കാരണം ഞാനത് അവിടെ നിന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് സാഫിൽ മുക്കിയിട്ട് അതേ തന്നെ ആ ചെടിച്ചട്ടി തന്നെ അങ്ങ് നട്ട് വെച്ച് കേട്ടോ. ആ കൂടെ തന്നെ അങ്ങ് നിന്നിട്ട് അതിനകത്ത് കുറച്ച് ഒത്തിരി ഷൂട്ട് വരുന്നുണ്ട്, പുതിയതായിട്ടൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ ഇനി പുതിയതായിട്ട് ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് അതിൻ്റെ പുറയിലായിട്ടങ്ങ് നട്ട് വെച്ച്, എന്നിട്ട് ഞാൻ എവിടെ വെച്ചാണോ കട്ട് ചെയ്തത് അവിടെ ഇച്ചിരി സാഫ് തേച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞ് അവിടെ തന്നെ വളരെ ക്ഷീണിച്ച് കിടക്കുക കേട്ടോ. കത്തോല ഉറക്കത്തിനകത്തുനിന്ന് ഞാൻ പിന്നെ മുറ്റത്തിറങ്ങുമ്പോൾ അവൾക്ക് വരാതിരിക്കാൻ പറ്റാത്ത കാരണം വന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രണ്ടിൽ കുറേ ചെടിച്ചട്ടിയൊക്കെ നിരത്തി എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചായിരുന്നല്ലോ. അപ്പം എനിക്ക് തന്നെ അതൊരു തൃപ്തിയില്ലാണ്ടാണ് ഞാൻ വെച്ചത്. പക്ഷെ അന്ന് എനിക്ക് ഇച്ചിരി പനിയും വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ചെയ്ത കാര്യങ്ങളങ്ങ് ചെയ്ത് തീർക്കണമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ കയറ്റി വെച്ചിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഒരു സമാധാനം ഇല്ലാഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഇത് സിങ്കോണിയാണ്, അത് ശരിക്കും വളർന്ന് ഞാനത് പിന്നെ എടുക്കാൻ മറന്നു. അപ്പം ഞാൻ രാത്രിയിൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. അത് നിറച്ച് വലിയ കുറച്ച് നീളത്തിലായിട്ടുണ്ട്, പടർന്നിട്ട് ഇതിലുമായിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു ചെറിയ കുറേ പോട്ടുകളിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനതിനെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് പിങ്ക് കളറിലെയാണ്. അപ്പോൾ അന്ന് അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോൾ അഗ്ലോണിമയൊക്കെയാണ് നേരത്തെ ഞാൻ ഫ്രണ്ടിൽ വെച്ചിരുന്നത്, സിറ്റ് ഔട്ടിൻ്റെ അവിടെ പുറത്തായിട്ട് ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ നിന്നെടുത്ത് മാറ്റിയായിരുന്നു ഞാൻ. പിന്നെ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് നല്ലൊരു വയലറ്റ് പൂവാണ് വരുന്നത്. ഇപ്പം നിറച്ച് അതിനകത്ത് മുട്ടുണ്ട്. ഇനി അത് വരുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരിടെ അതങ്ങ് നശിച്ചു പോയതാണ്. വീണ്ടും അത് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്, നിറച്ച് മുട്ടുമുണ്ട്. അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അതിനകത്തിന് പൂ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച അഗ്ലോണിമേനെ എല്ലാം ഞാൻ വീണ്ടും പഴയ സ്ഥലത്തോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് ഇതെല്ലാം അവിടെ നേരത്തെ കഴിഞ്ഞ ആഴ്ച വെച്ചിരുന്നതിനെല്ലാം പിന്നെ ഞാനെടുത്ത് മാറ്റിയിട്ട് ഈ അഗ്ലോണിമയൊക്കെ ഇനിയിപ്പം മഴയൊക്കെ വരുമല്ലേ, പിന്നെ വെയിലിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ ഏകദേശം കഴിയാറായി. എന്നാലും പകലത്തെ വെയിൽ ഇതിനെക്കൊണ്ട് താങ്ങാൻ പറ്റാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇലയൊക്കെ കുറേ വെട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതിനകത്തും കുറച്ച് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റാണ്, ഞാൻ വെറുതെ നട്ടതാണ്, പക്ഷേ അത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ പഴുത്ത ഇലയെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതും എടുത്ത് അവിടെ വെച്ചു. അപ്പോൾ ഈ അഗ്ലോണിമ എല്ലാം ഇങ്ങോട്ട് വെച്ചു. അതുപോലെ അഡീനിയത്തിൻ്റെ 2-3 കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെ കൂടി ഇനിയിപ്പം മഴയത്തു നിങ്ങൾ മാറ്റണം. ഇപ്പോൾ ഇവിടെ എന്നും വൈകുന്നേരം നല്ല മഴയുണ്ട്. ഇന്നലെ ചെറിയ മഴയുള്ളായിരുന്നു. ഇന്നിപ്പോൾ ഇതുവരെ മഴ പെയ്തിട്ടില്ല, ചിലപ്പോൾ രാത്രി പെയ്തേക്കുമായിരിക്കും. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ അഡീനിയത്തിൻ്റെ ചെടി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കുളമാകും, അതെല്ലാം ചീഞ്ഞു പോവും.
അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഇവിടെ എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഇതിനെ അടീനിയത്തിനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാമെന്ന് വെച്ചത് കേട്ടോ. മൂന്നെണ്ണമേ ഉള്ളൂ, വേറെയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നഴ്സറിയിലോട്ട് കൊടുത്തു വിട്ടായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ 3 വേറെ വേറെ കളറുകളാണ്, അപ്പോൾ അതൊന്ന് പിടിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനിയിപ്പം ഞാനത് അടുത്ത കൊല്ലത്തേക്ക് ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അന്നേരത്തേക്ക് അതിനെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വെച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വിത്തുകളുണ്ടായിരുന്നേ. അപ്പം ഞാൻ അപ്പുറത്ത് മോള് വന്ന് ചോദിച്ചില്ല, അത് വന്നപ്പോൾ ഞാൻ അതിനങ്ങ് കൊടുത്തേ. അത് സൈഡിലൊക്കെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് അതങ്ങനെ കൊടുത്തു വിട്ട്. കുറേ വിത്തുണ്ടായിരുന്നു, ഇനിയും അതിനകത്തുനിന്ന് പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അപ്പുറത്തേക്കെടുത്ത് മാറ്റി വെക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ അവിടെ അല്ലെങ്കിൽ എനിക്ക് ആ ബുദ്ധനെ അങ്ങോട്ട് നന്നായിട്ട് കാണാത്തത് കാരണം വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ബുദ്ധനെ കാണാത്തതാണ് എനിക്കൊരു വിഷമം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതിൽ ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കുമ്പം അതിനകത്തുണ്ടായിരുന്ന അതിന് എന്തെങ്കിലും ഒരു തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോളുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവിടെ ഇരുന്ന ചെടീനെ എടുത്ത് വെളിയിലോട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ ബുദ്ധൻ്റെ ഒരു കുഞ്ഞു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതിനെയൊക്കെ എടുത്ത് ഞാനിങ്ങനെ വെളിയിലോട്ട് വെച്ചു. ആ സ്റ്റെപ്പിൽ തന്നെ കുഞ്ഞ് കിടക്കുന്ന കാരണം അവളുടെ വാലിലറിയാതെ ഞാനൊന്ന് ചവിട്ടിപ്പോയി കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തിന്. അതാണ്. അപ്പം പിന്നെ ഇതിങ്ങനെ എല്ലാം ഞാൻ നമ്മൾ എത്ര വെച്ചിട്ടും എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി ആവുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ, ഇനി അത് മാറ്റമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാം, വന്ന് കയറുമ്പോഴേ ഈ ചെടിച്ചട്ടി എല്ലാം മാറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ എനിക്കുള്ളൊരു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇനിയിപ്പം മഴ കൂടുമ്പോഴത്തേക്കും എൻ്റെ ഈ അധികം വെള്ളം വേണ്ടാത്ത എല്ലാം ചീഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ അതെല്ലാത്തിനെയും എടുത്ത് മഴ വേണ്ടാത്ത വലിയ മഴയൊന്നും കിട്ടാത്ത സ്ഥലത്തോട്ടൊക്കെ മിക്കതിനെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വലിയ പാടായി ഇപ്പോൾ ആളെ കിട്ടാനേ. അപ്പോൾ ഇനി ഞാൻ തന്നെ പയ്യെ പയ്യെ ഓരോന്നായിട്ട് ചെയ്യണം. പിന്നെ ഞാനിതെല്ലാം ഒന്ന് തൂത്ത് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കണ്ട കുഞ്ഞ് വന്നാൽ കറക്റ്റ് അതിൻ്റെ നടുക്ക് തന്നെ ഇരിക്കും. അവളുടെ പണിയെല്ലാം ഇങ്ങനെയാണ്. പിന്നെ അവളെ ഞാനെടുത്ത് മാറ്റി പോകണം, അല്ലാതെ അവൾ മാറുകയില്ല അവിടുന്ന്. അപ്പം ഞാൻ അത് അപ്പുറത്തുനിന്ന് ഇത് തൂത്ത് വരാനുള്ള ചാക്കെടുക്കാനായിട്ട് പോയതിനെ അവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ എന്നെ കണ്ട ഉടനെ കിടന്ന് കണ്ട. ഇതാണ് ഇവളുടെ പണികൾ. പിന്നെ ഇവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി ഞാൻ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് ഫ്രണ്ടിൽ ഇനി ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചെടിച്ചട്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതിന് എൻ്റെ അമ്മയൊക്കെ വഴക്ക് പറയുന്നുണ്ട്, എപ്പോഴും എടുത്ത് വെയിറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുന്നതിന്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും വലിച്ച് മാറ്റുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഇനി പുതിയത് എനിക്ക് അപ്പുറത്തൊക്കെ കുറേ കൂടെ വൃത്തിയാക്കാനുള്ള ഇനിയുള്ള ക്ലീനിങ്ങാണ് എനിക്കുള്ളതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.